യാക്കോബ് പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് യാക്കോബ് പറയുകയാണ് ആരാ? ഏലിയ നമുക്ക് സമസ്വഭാവനായ മനുഷ്യൻ എന്നാ പറയുന്നത്. ഏലിയ നമുക്ക് സമസ്വഭാവനായ മനുഷ്യനാണോ? നമുക്കറിയാം ഏലിയ വലിയ പ്രവാചകന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ്. ഏലിയ ഒരു സാധാരണക്കാരനൊന്നുമല്ല എന്ന് പറയുമ്പോൾ തന്നെ യാക്കോബ് ഏലിയാവിനെ കുറിച്ച് പറയുന്നു, അവൻ സമസ്വഭാവനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യാക്കോബ് പറയുന്ന കാര്യമുണ്ടോ? നമ്മെ പോലെ മധ്യയുള്ള, നമ്മെ പോലെ രക്തമുള്ള, നമ്മെ പോലെ നാടി ഞരമ്പുകളിലുള്ള ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഏലിയാവും. എന്നാൽ ഏലിയാവിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ചില പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്, ഏലിയാവൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ആകാശം പ്രപഞ്ച ശക്തികൾ അടയ്ക്കപ്പെട്ടു. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ പ്രപഞ്ച ശക്തികൾ തുറക്കപ്പെട്ടു എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ മഹത്വത്തെ മറ്റൊരു വഴിയിലേക്ക് ഏലിയ തിരിക്കുകയാണ്. പ്രാർത്ഥന സഹോദര ആരുടെയും കുത്തകയല്ല. പ്രാർത്ഥന ആരുടെയും കുത്തകയല്ല. ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് കുത്തക എടുത്തിട്ടുണ്ടെങ്കിൽ അത് പള്ളി കുത്തോ അല്ലെങ്കിൽ ദേശത്തിന്റെ കുത്തക എടുത്ത് അതിന്റെ കമ്മീഷൻ വാങ്ങിച്ചോ, പ്രാർത്ഥന ആരുടെയും കുത്തകയല്ല. ഓരോ ദൈവമക്കൾക്കും ദൈവം നൽകിയിരിക്കുന്ന അധികാരമാണ്. ഓരോ ദൈവമക്കൾക്കും ദൈവം നൽകിയിരിക്കുന്ന കൃപാവരമാണ്. അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അതിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ, നിനക്ക് വേണ്ടി അത് തുറക്കപ്പെടുമെന്ന് ശക്തമായി ദൂതറിയിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയപ്പെടുന്നത് ഓരോ ദൈവമക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതൊരിക്കലും പ്രവാചകന്മാരെന്ന് പറയപ്പെടുന്നവരുടെ ഗണത്തിലേക്ക് മാറ്റിവെക്കാനുള്ളതല്ല. അതൊരിക്കലും